ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. രണ്ടാമത്തെ അധ്യായത്തിൽ, 9-ാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ പഞ്ചപ്രകൃതികളുടെ ഉത്ഭവമാണ് വർണ്ണിക്കുന്നത്. അപ്പൊ ശ്രീനാരായണ മഹർഷിയോട് ശ്രീനാരദ മഹർഷി ചോദിക്കുന്നു, മഹർഷി, അങ്ങ് ദേവീചരിതം വളരെ ചുരുക്കിയാണ് പറഞ്ഞത് കേട്ടോ. എനിക്കത് കേട്ടിട്ട് ഒട്ടും തൃപ്തി വന്നിട്ടില്ല. വിസ്തരിച്ച് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. ജ്ഞാനത്തെ ഉണ്ടാക്കുവാൻ എവിടുന്ന് ദേവീ മഹാത്മ്യം പറഞ്ഞു തന്നാലും സൃഷ്ടിക്ക് മുമ്പായി തന്നെ ആ പരാശക്തി ഉണ്ടായിരുന്നുവെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ശക്തിയുടെ ഉത്ഭവം എങ്ങനെയാണ് ഉണ്ടായത്? ത്രിഗുണാത്മികയായ ദേവിയുടെ കലാംശങ്ങളായി പിറന്നവരുടെ ചരിത്രവും കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അവരുടെ ജന്മവും പൂജാവിധിയും ധ്യാനക്രമങ്ങളും കവചവും സ്തോത്രവും ഐശ്വര്യത്തിനെ പറ്റിയും കൂടി പറഞ്ഞുതരണം. ആത്മാവും കാലവും ദിക്കും നഭസ്സും ഈ ഗോലോകവും വിശ്വവും നിത്യമാണ്. ഗോലോകത്തിന്റെ താഴെയാണ് വൈകുണ്ഠം. ആ പ്രകൃതി ദേവി നിത്യയാണ്. തീയിൽ ദഹിപ്പിക്കുന്നവളായും ചന്ദ്രൻ, സൂര്യൻ, പത്മം എന്നിവയിൽ പ്രഭയായി നിൽക്കുന്നത് പോലെയാണ് ആത്മാവിൽ പ്രകൃതി നിൽക്കുന്നത്. സ്വർണമില്ലാതെ സ്വർണപ്പണിക്കാരന് ആഭരണം ഉണ്ടാക്കാൻ സാധ്യമാണോ? അല്ലല്ലോ. മണ്ണില്ലാതെ കുശവന് എങ്ങനെയാണ് ഘടം, അതായത് പാത്രം, ഉണ്ടാക്കാൻ കഴിയുന്നത്? അതുപോലെയാണ് സൃഷ്ടിക്ക് വേണ്ടി ആത്മാവും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നത്. ഷാ എന്ന ശബ്ദം ഐശ്വര്യത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. ക്രി ശൗര്യവാചകവും ആകുന്നു. ശക്തി, ഐശ്വര്യവും ശൗര്യവും ചേരുമ്പോൾ ശക്തിയാകുന്നു. ഭഗങ്ങളുള്ളവളെയാണ് ഭഗവതി എന്ന് പറയുന്നത്. ഭഗങ്ങളുള്ളവനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. 6 ഗുണങ്ങൾ ചേരുന്നതിനെയാണ് ഭഗം എന്ന് പറയുന്നത്. ആത്മാവും ഭഗവതിയും കൂടി ചേരുമ്പോഴാണ് ഭഗവാനാകുന്നത്. ആ ഭഗവാൻ സകളനും നിഷ്കളനുമാണ്. എല്ലാവരുടെയും അന്തരാത്മാവിൽ കുടികൊള്ളുന്നത് ഭഗവാൻ തന്നെയാണ് കേട്ടോ. അവൻ സ്വേച്ഛാമയനാണ്. കിശോര രൂപം കൊണ്ട് സുന്ദരനും കാർകൊണ്ടലിന്റെ വർണ്ണത്തോടു കൂടിയവനും തിരുമുടിയിൽ പീലി ചാർത്തിയവനും മഞ്ഞപ്പട്ട് ചാർത്തിയവനുമായ ഭഗവാന്റെ രൂപം മനോരഞ്ജകമാണ്. അതിമനോഹരല്ല, മനസ്സിനെ കുളിർപ്പിക്കുന്നതാണത്. ഓടക്കോൾ ചുണ്ടോടടുപ്പിച്ച് മുരളീരവം മുതിർക്കുന്ന ആ കാർമേഘവർണ്ണൻ പരിപൂർണതവനും ജരാമരണ ഭീതി ഇല്ലാതാക്കുന്നവനുമാണ്. ഈ സുമനോഹരമായ രൂപത്തെയാണ് വൈഷ്ണവർ ധ്യാനിക്കുന്നത്. ബ്രഹ്മാവിന്റെ ആയുസ് കൃഷ്ണന്റെ ആയുസിന്റെ ഒരു നിമിഷമേ ആകുന്നുള്ളൂ. ആ ഭഗവാനെയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. കൃഷി എന്ന ധാതുവിന്റെ അർത്ഥം ഭക്തി എന്നാണ്. ന എന്നാൽ ദാസ്യവും, ഭക്തിയും ദാസ്യവും കൊടുക്കുന്നവൻ എന്ന് താല്പര്യം. അതുകൊണ്ട് കൃഷ്ണൻ എന്ന പേരന്വർത്ഥമാണ് ഭഗവാനെ. സർവസൃഷ്ടാവായ ആ ദേവൻ ഒറ്റക്ക് സൃഷ്ടി നടത്തുന്നു. അവൻ തൻ്റെ തന്നെ അംശമായ പ്രകൃതിയോടുകൂടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് രണ്ടായി തീർന്നത് കേട്ടോ. വാമഭാഗം സ്ത്രീയായും വലതുഭാഗം പുരുഷനുമായി സുന്ദരിയായ ആ സ്ത്രീയെ പരമ്പുമാൻ നോക്കി നിന്നുപോയി. ആ മനോഹരിയുമായി ഭഗവാൻ രാസലീലകളാടി. അത്രയും ഭഗവാൻ തന്നെ അതിസുന്ദരൻ, അതിലും സുന്ദരിയായിരുന്നു ഈ സ്ത്രീ എന്നാ പറയുന്നത്. അങ്ങനെ കാലം കുറേ കടന്നുപോയി. നല്ല സമയം നോക്കി ഭഗവാൻ അവളിൽ വീര്യാധാനം നടത്തി. അവരുടെ സ്നേഹപ്രകടനത്തിൽ വീർപ്പുമുട്ടിയ ദേവിയുടെ നിശ്വാസം ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിന്നു. ആ കാറ്റിന്റെ വാമഭാഗത്തിൽ നിന്ന് പത്നി ഉണ്ടായി. പത്നി, അവരുടെ പുത്രരാണ് പഞ്ചപ്രാണന്മാർ. അപാനൻ, പ്രാണൻ, പ്രാണാപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ, അങ്ങനെ 5 ആള്. വിയർപ്പിൽ നിന്ന് നദികളുടെ ഈശ്വരനായ വരുണനും വരുണാനിയും വാമാങ്കത്തിൽ നിന്നുണ്ടായി. ഇനി എന്ത് പറയണം? പിന്നീട് ഭഗവാന്റെ ചിക്ഷക്രി 6 മന്വന്തരം വരെ കൃഷ്ണന്റെ ഗർഭത്തെ വഹിച്ചും കൊണ്ട് ബ്രഹ്മ തേജസ്സോടുകൂടി വേണം. 100 മന്വന്തരം കഴിഞ്ഞപ്പോൾ ആ ദേവി സ്വർണപ്രഭയുള്ളൊരു ഡിംഭത്തിനെ പ്രസവിച്ചു. ആ ഡിംഭത്തിനെ കണ്ട് ദേവി വിഷാദത്തോടു കൂടി ബ്രഹ്മാണ്ടകോളമാകുന്ന സമുദ്രത്തിലേക്ക് എറിഞ്ഞു. ഇത് കണ്ട് ഭഗവാൻ കൃഷ്ണൻ കഷ്ടം എന്ന് പറഞ്ഞ് ദേവിയെ ശപിച്ചു. കോപിഷ്ടെ, നീ കുഞ്ഞിനൊരു ദേയമില്ലാതെ ഉപേക്ഷിച്ചെന്നാൽ ഇന്ന് തൊട്ട് നിനക്ക് മക്കളില്ലാതായി പോകട്ടെ. ഭഗവാൻ സാധാരണ ശപിക്കൽ ഒക്കെ കുറവാണ്, പക്ഷെ കുട്ടികളോട് വല്ലാത്തൊരു ഇഷ്ടമാണ് ഭഗവാന്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ശപിച്ചിട്ടുണ്ടാവുക. നിന്റെ അംശങ്ങളായി വരുന്ന ദേവസ്ത്രീകൾക്കും അനപത്യ ദുഃഖം അനുഭവിക്കാൻ ഇടയാകും. ഒരു കുഞ്ഞുണ്ടായിട്ട് ഇതിനെ കൊല്ലലുണ്ട് ആരെങ്കിലും? ഈ സമയത്ത് ദേവിയുടെ നാവിന്റെ തലപ്പത്ത് നിന്ന് ശുഭ്രവസ്ത്രധാരിയായ
സുന്ദരിയായ ഒരു കന്യക ആവിർഭവിച്ചു. ആ കന്യകയാണ് വീണാപുസ്തകധാരിയായ സരസ്വതി ദേവി. കാലാന്തരത്തിൽ ആ ദേവിയും രണ്ടായി. ഇടതുഭാഗം കമലാദേവിയും വലതുഭാഗം രാധാദേവിയുമായി. ഈ സമയത്ത് തന്നെ കൃഷ്ണനിൽ നിന്നും രണ്ട് രൂപമുണ്ടായി. വലതുഭാഗം ദ്വിഭുജനും ഇടതുഭാഗം ചതുർഭുജനും. പരമ്പുമാൻ വാണിയോട് പറഞ്ഞു, നീ ചതുർഭുജന്റെ പത്നിയായി തീർന്നാലും രാധ ഇവിടെ തന്നെ നിൽക്കട്ടെ, എല്ലാം മംഗളമായി കലാശിക്കും. കമലാദേവിയെയും രാധയെയും കൂട്ടി ജഗൽപതി വൈകുണ്ഠത്തിലേക്ക് പോയി. രാധാംശമായതുകൊണ്ട് അവർക്ക് രണ്ടാൾക്കും പുത്രഭാഗ്യം ഉണ്ടായില്ല. പിന്നീട് വിഷ്ണുവംശമായി ചതുർഭുജരായ പാർഷദന്മാരുണ്ടായി. അവരെല്ലാം ഹരിക്ക് സമമായ തേജോ ഗുണങ്ങൾ ഉള്ളവരായിരുന്നു. അപ്പോൾ തന്നെ ലക്ഷ്മിയിൽ നിന്ന് കോടിക്കണക്കിന് ദാസികളും ഉണ്ടായി. ഗോലോകനാഥനായ കൃഷ്ണന്റെ രോമകൂപത്തിൽ നിന്ന് എണ്ണമറ്റുള്ള ഗോപന്മാർ ഉണ്ടായി. അവരെല്ലാം വിഭുവിന് പ്രിയങ്കരായ പാർഷദന്മാരുമായി. രാധയുടെ രോമകൂപത്തിൽ നിന്നും രാധക്ക് തുല്യരായ ഗോപകന്യകമാർ ഉണ്ടായി. യൗവനയുക്തരായ ആ സുന്ദരിമാർക്കും കൃഷ്ണശാപത്താൽ പുത്രന്മാരുണ്ടായില്ല. സാക്ഷാൽ മൂലപ്രകൃതിയിൽ നിന്ന് ശ്രീകൃഷ്ണ ദേവതയുണ്ടായി. ശ്രീ ദുർഗയായ ആ ദേവദേവിയും ബുദ്ധ്യാധിഷ്ഠാന ദേവതയുമാണ്. കോടി സൂര്യപ്രകാശമുള്ളവളും തങ്കത്തിന് ശോഭയുള്ളവളുമാണ് ആ ദേവി. എല്ലാവരും അവളുടെ അംശകലകളാണ് ആ ദേവിയുടെ. അഗ്നി പോലെ പരിശുദ്ധമായ ആ ദേവിക്ക് 3 കണ്ണുകളുണ്ട് കേട്ടോ. അവൾ ഗൃഹസ്ഥരായ കാമികൾക്ക് സർവൈശ്വര്യവും പ്രദാനം ചെയ്യുന്നു. വൈഷ്ണവന്മാർക്ക് ആ ദേവി വൈഷ്ണവിയാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സർവശക്തി സ്വരൂപവുമാണ്. സുഖം ഇച്ഛിക്കുന്നവർക്ക് സൗഖ്യവും മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് മോക്ഷത്തെയും പ്രദാനം ചെയ്യുന്നു. ലോകം അവളാൽ ശക്തി പ്രാപിക്കുന്നു. അവളില്ലെങ്കിൽ ഈ വിശ്വം ജീവനില്ലാത്തതാണ്. സംസാര വൃക്ഷത്തിന്റെ ബീജമാണ് ആ സനാതന രൂപിണി. അവൾ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സ്തുതിക്കുകയും പൂജിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നുണ്ട്. രാധികേശ്വരൻ അവൾക്ക് രത്നസിംഹാസനം നൽകി കേട്ടോ. ഈ സമയത്ത് ശ്രീ പത്മനാഭന്റെ നാഭീര താമരയിൽ നിന്ന് ചതുർമുഖനായ ബ്രഹ്മദേവൻ സാവിത്രിയോടുകൂടി ജനിച്ചു. കമണ്ഡലവും ധരനും ജ്ഞാനിയുമായ ബ്രഹ്മാവ് തന്റെ 4 മുഖങ്ങളെ കൊണ്ടും പരമാത്മാവിനെ സ്തുതിച്ചു. സുന്ദരിയായ സാവിത്രി ദേവി മനോഹരമായ പീഠത്തിൽ ഉപവിഷ്ടയായി തന്റെ സ്വാമിയോടുകൂടി ശ്രീകൃഷ്ണ പരമാത്മാവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ആര് സ്തുതിച്ചത്? സാവിത്രി ദേവി. വീണ്ടും കൃഷ്ണൻ 2 രൂപമായി തീർന്നു. വലതുഭാഗം ഗോപീനാഥനും ഇടതുഭാഗം മഹേശ്വരനുമായി. കോടി സൂര്യപ്രകാശത്തോടും തൃശൂലം ധരിച്ചും പുലിത്തോൽ ഉടയാടയാക്കിയും ദേഹമാകെ ഭസ്മം ധരിച്ചും അതുപോലെ തന്നെ തൃക്കയിൽ രത്നമാലയും ഏന്തി ഏത് സമയത്തും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മുന്നിലായി രത്നസിംഹാസനത്തിൽ ഇരുന്ന് കാലകാലനായ ഭഗവാനെ സ്തുതിച്ച മൃത്യുഞ്ജയൻ എന്ന പേരിൽ ഖ്യാതി നേടുകയും ചെയ്തു. അങ്ങനെ പഞ്ചപ്രകൃതി സംഭവം എന്ന 2-ാം അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു നമ്മള്. ഇനി ദേവതാദികളുടെ സൃഷ്ടിയാണ് വർണ്ണിക്കുന്നത്. ബ്രഹ്മാവിന്റെ കാലത്തോളം ആ ഡിംബം വെള്ളത്തിൽ കിടന്നു. സമയമായപ്പോൾ കോടി സൂര്യന് തുല്യമായ ശോഭയോടുകൂടിയ മുല കുടിക്കാൻ കരയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടു കേട്ടോ. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച ആ കുഞ്ഞു പാവം ആ വെള്ളത്തിൽ നിരാധാരനായി കിടന്നു. ആ കുഞ്ഞാണ് വിരാട് പുരുഷനായ അണുവിലും പരമാണുവായ ഭഗവാൻ. ശ്രീകൃഷ്ണന്റെ ശക്തിയുടെ 16-ലൊരംശമായ വിശ്വത്തിനെല്ലാം ആധാരഭൂതനായ പരമ്പുമാൻ. ആ ഭഗവാൻ മൂലപ്രകൃതിക്ക് കാരണഭൂതനുമാണ്. അവനിൽ ബ്രഹ്മാണ്ടം മുഴുവൻ ഒളിഞ്ഞു കിടക്കുന്നു. അതിൽ തന്നെ അനവധി ബ്രഹ്മ വിഷ്ണു ശിവന്മാരുമുണ്ട്. ബ്രഹ്മാണ്ടത്തിന്റെ പുറത്താണ് വൈകുണ്ഠം സ്ഥിതി ചെയ്യുന്നത്. ഗോലോകവും കൃഷ്ണനെ പോലെ സത്യമാണ്. ഈ ഭൂമിയിൽ 7 ദ്വീപും 7 സമുദ്രവും ഉണ്ട്. 49 ഉപദ്വീപുകളും ഉണ്ട്. എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വനങ്ങളും പർവ്വതങ്ങളും ഉണ്ട്. ഈ ഭൂമിയുടെ മീതെയായി 7 ലോകങ്ങളുമുണ്ട്. അത് ബ്രഹ്മലോകം വരെ വ്യാപിച്ചു കിടക്കുന്നു. ധരയുടെ മുകളിൽ ഭൂർലോകം, ഭൂവർലോകം, സ്വർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, സസ്യലോകം. അതിനു മീതെയാണ് തങ്ക നിറമുള്ള ബ്രഹ്മലോകം കേട്ടോ. നാരദാ, പ്രളയം വരുമ്പോൾ ഇതെല്ലാം നശിക്കും. ഇതൊന്നും നിത്യമല്ല. അങ്ങനെ വിചാരിക്കുകയും വേണ്ട. ഒന്നും നിത്യമല്ല. ബ്രഹ്മാണ്ടത്തിനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കൃഷ്ണന് പോലും പ്രയാസമാണ്. പിന്നെ എങ്ങനെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കുക? വിരാട് പുരുഷന്റെ രോമകൂപങ്ങൾ പോലെ അസംഖ്യമാണ് അത്. ദേവന്മാർ 3 കോടിയോളം ഉണ്ട്.
അഷ്ടദിക്പാലന്മാരും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അനവധിയുണ്ട്. ഒന്നും രണ്ടും അല്ല കേട്ടോ. ഈ ഭൂമിയിൽ 4 വർണ്ണങ്ങളുണ്ട്. ആ വിരാട് പുരുഷൻ ആ അണ്ടത്തിൽ മേലോട്ട് നോക്കിക്കിടക്കുന്നു. ഒന്നും കാണുന്നില്ല. ആ ബാലൻ വിശപ്പ് സഹിക്കാതെ ഉറക്കെ കരഞ്ഞു. അപ്പോൾ കൃഷ്ണനെ ധ്യാനിക്കുവാനുള്ള ജ്ഞാനമുണ്ടായി ആ കുഞ്ഞിന്. അപ്രകാരം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ബ്രഹ്മജ്യോതിസിനെ കാണാനായി ശ്യാമള നിറവും മഞ്ഞപ്പട്ടും ധരിച്ച് അതുപോലെ തന്നെ ഒടക്കുഴലും കയ്യിലെടുത്ത് തന്റെ അച്ഛനായ ഈശ്വരനെ കണ്ടു. ആ പരമ്പുമാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിശപ്പും ദാഹവുമില്ലാതെ ജ്ഞാനനിധിയായി പ്രളയം വരുന്നതുവരെ ഈ ബ്രഹ്മാണ്ടത്തിൽ വരദാതാവായി വസിക്കുക. ആധി വ്യാധി ജര നര ഭയം കാമം തുടങ്ങിയ പീഡകളൊന്നും ഏൽക്കാതെ വാഴുക. ഇത്രയും പറഞ്ഞ് പരമ്പുമാൻ ആ ബാലന്റെ ചെവിയിൽ 3 പ്രാവശ്യം വേദാംഗങ്ങളിൽ ഉത്തമ മന്ത്രമായ ഷഡക്ഷരം ഉപദേശിച്ചു. 6 അക്ഷരം ഉപദേശിച്ചു. പിന്നീട് പരമ്പുമാൻ എന്തു പറഞ്ഞു എന്നോ, ബ്രഹ്മപുത്ര, നിന്റെ ആഹാരത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഈ വിശ്വത്തിൽ വൈഷ്ണവന്മാർ നിവേദിക്കുന്ന വസ്തുവിൽ ഒരംശം വിഷ്ണുവിനാണെങ്കിൽ ബാക്കി 15 ഭാഗവും നിനക്കുള്ളതാണ്. കൃഷ്ണനായ എനിക്ക് നൽകുന്ന നൈവേദ്യങ്ങളൊക്കെയും ലക്ഷ്മീകാന്തനും വിരാട് പുരുഷനായ നിനക്കും ഭുജിക്കാനുള്ളതാണ്. ഇനി എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബാലനായ വിരാട് പുമാൻ പറഞ്ഞു, ദീർഘായുസായാലും അല്പായുസായാലും എന്നും അങ്ങയുടെ പാദഭക്തി ഉണ്ടാവണം. അങ്ങയിൽ ഭക്തി ഉണ്ടായാൽ അവൻ ജീവൻ മുക്തനാകും. അതില്ലാത്തവൻ മൂർഖനാകും, മരിച്ചവന് തുല്യനാണ്. ഭക്തി കൂടാതെയുള്ള ജപവും ധ്യാനവും തീർത്ഥസ്നാനവും കൊണ്ട് എന്ത് ഫലമാണ് കിട്ടുക? ശരീരത്തിലുള്ള നിത്യമായ ആത്മാവിനെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ദേഹത്തിൽ ആത്മാവ് ഉള്ളിടത്തോളം കാലം അവൻ ശക്തിയുള്ളവനാകും. അത് പോയാൽ ശക്തിഹീനനുമാകും. ആ പരമാത്മാവ് അങ്ങ് തന്നെയാണ്. അങ്ങ് ശാശ്വതനുമാണ് കേട്ടോ. ഇപ്രകാരം ആ ബാലൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഈശ്വരൻ മധുരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജയിക്ക ജയിക്ക, എന്നെപ്പോലെ നീ ചിരഞ്ജീവിയായി വാഴുക. ബ്രഹ്മാവുമാര് ഇല്ലാതെ ആയാലും അങ്ങക്ക് നാശമില്ല. നിന്റെ നാഭിയിൽ നിന്ന് സൃഷ്ടാവായ ബ്രഹ്മാവ് ഉണ്ടാകും. ബ്രഹ്മാവിന്റെ ലലാടത്തിൽ ഏകാദശ രുദ്രന്മാർ ജനിക്കും. ഈ രുദ്രന്മാരിൽ ഒരാൾ സംഹാരകാരകനാകും. ആ രുദ്രൻ താമസ ഗുണത്താൽ വിഷയിയാകുമ്പോൾ വിഷ്ണു രക്ഷിക്കും. പരമഭക്തനായ അങ്ങക്ക് എൻ്റെ ഈ സുന്ദര രൂപം ധ്യാനത്തിൽ കാണാൻ സാധിക്കും. എൻ്റെ മാറിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയെയും കാണാൻ സാധിക്കും. ഞാൻ യാത്രയാവുകയാണ് കേട്ടോ വത്സ. ഇത്രയും പറഞ്ഞ് കൃഷ്ണൻ അന്തർധാനം ചെയ്തു. ഗോലോകത്തിൽ ചെന്ന് സൃഷ്ടി ചെയ്യാൻ ബ്രഹ്മാവിനും സംഹരിക്കാൻ രുദ്രനും നിർദ്ദേശം കൊടുത്തു ജനാർദ്ദനൻ. വിരാട് പുരുഷന്റെ രോമകൂപത്തിൽ നിന്നംശമായി വിരാട് പുരുഷൻ ജനിക്കും. സൃഷ്ടി ആരംഭിക്കാനായി ആ ഭഗവാന്റെ നാഭിയിലെ പത്മത്തിൽ ജനിക്കുക. അല്ലയോ ശങ്കര, അങ്ങും ബ്രഹ്മാവിന്റെ ലലാടത്തിൽ നിന്ന് ജനിക്കും. അങ്ങ് പോയി തപസ് ചെയ്താലും. ആരോട് പറയുന്നത്? മഹാദേവനോട്. ഭഗവാൻ പറഞ്ഞ് അവസാനിച്ചപ്പോൾ ബ്രഹ്മശങ്കരന്മാർ ഭഗവാന്റെ യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് യാത്രയായി. മഹാവിരാട് പുരുഷന്റെ രോമകൂപത്തിൽ നിന്ന് അംശമായി ക്ഷുദ്രവിരാട് ബ്രഹ്മാണ്ടത്തിലെ സമുദ്രത്തിൽ ജനിച്ചു. ആ സമുദ്രത്തിൽ മഞ്ഞപ്പട്ട് ധരിച്ച് ശ്യാമള നിറത്തോടുകൂടി പള്ളി കൊള്ളുന്ന ജനാർദ്ദന്റെ നാഭിയിൽ നിന്ന് പത്മജൻ ജനിച്ചു. ആ പത്മജൻ യുഗങ്ങളോളം ആ പത്മത്തിന്റെ നാളത്തിൽ കൂടി ഇറങ്ങിച്ചെന്ന് അതിന്റെ അറ്റം കാണാൻ ശ്രമിച്ചു. വേണ്ടാത്ത പണിയല്ലേ ഇത്? എത്ര ശ്രമിച്ചിട്ടും അതിന്റെ അറ്റം കാണാതെ അങ്ങയുടെ പിതാവ് ആ പത്മത്തിൽ തന്നെ വന്നിരുന്നു. നാരദ, പിന്നീട് അങ്ങയുടെ അച്ഛൻ എന്ത് ചെയ്തു അറിയാ? വിധി ഭഗവാനെ തന്നെ ധ്യാനിച്ചു. ദിവ്യദൃഷ്ടിയിൽ ക്ഷുദ്രവിരാട്ടിനെയും ഭഗവാൻ കണ്ടു. ബ്രഹ്മാണ്ടഗോള സമുദ്രത്തിൽ ക്ഷുദ്രവിരാട്ടിനെയും ഗോലോകത്തെയും ഗോപഗോപീജനങ്ങളെയും കൃഷ്ണനെയും കണ്ട് അവരെ സ്തുതിച്ച് അനുഗ്രഹം വാങ്ങി സൃഷ്ടി ചെയ്യുവാൻ ആരംഭിച്ചു. ആദ്യം മാനസപുത്രന്മാരായ സനകാദികൾ ഉണ്ടായി. പിന്നീട് ശിവന്റെ അംശമായി ഏകാദശ രുദ്രന്മാർ ജനിച്ചു. വിരാട്ടിന്റെ വാമഭാഗത്ത് നിന്നുണ്ടായ ഹരി ചതുർഭുജനായി ശ്വേതദ്വീപിൽ വിരാജിക്കുന്നു. ബ്രഹ്മാവ് 14 ലോകങ്ങളെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. മംഗളദായിനിയായ ശ്രീകൃഷ്ണ കീർത്തനം ഞാൻ പറഞ്ഞു തന്നു. ഇനിയൊന്നും ഇന്ന് ഞാൻ പറയുന്നില്ല. ഇനി എന്തെങ്കിലും കേൾക്കാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നാളെ പറയാമെന്നാണ് ശ്രീ നാരായണ മഹർഷിയോട് പറയുന്നത്. അതുപോലെ നമുക്കും അവർ പറയുന്നത് നമുക്ക് നാളെ ശ്രവിക്കാം. അതല്ലേ നല്ലത്? ഇന്നത്തെ ഭാഗം ഭഗവത്പാദത്തിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീഷാ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.